ലൈഫ് ഇപ്പോഴെങ്കിലും ഒന്ന് ചോറാവുക. നിങ്ങളുടെ ഇവിടെ ആനയും പുലൊക്കെ ഉള്ള സ്ഥല. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ ഊട്ടി യാത്രേന്റെ ഇടയ്ക്ക് അങ്കർ ഫോർട്ടിലേക്കുള്ളൊരു സൈഡില് ഒരു അരുവൊക്കെ കണ്ടപ്പോ അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഫാമിലി ആയിട്ടുള്ളൊരു യാത്ര. അപ്പൊ അത് ഇന്നാണ് നമ്മളുള്ളത് അന്തർഫോർട്ട് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിപ്പോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് തിന്നാതെ നല്ല ഫുഡ് ഉള്ളിന്ന് വണ്ടിന്ന് ഉണ്ടാക്കി തിന്നാണ്. ഇവിടെ നല്ല പുലി ആനൊക്കെ ഉള്ള സ്ഥലമാണ്. എല്ലാവരും വാച്ച് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്താ പണി? എന്താണ് അങ്ങനെ നമ്മളെ ഇടക്കര പമ്പുന്ന് ഇതാ CNG ഒക്കെ ഫില്ല് ചെയ്ത് രണ്ടാമത് ആള് കയറിക്കൊണ്ടിരിക്കുകയാണോ. അങ്ങനെ നമ്മള് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയാണ്ടോ. ചെറിയൊരു പെട്ടിക്കടന്ന് നമ്മൾ വേറെ കാലി ചായ അടിക്കാന്നുള്ള പ്ലാനിലാണ്. നമ്മൾ കഴിക്കാനുള്ള ചപ്പാത്തിയും കടലക്കറി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പാർസലാക്കി പോകുന്നുണ്ട്. ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ മാക്സിമം ബഡ്ജറ്റ് ചുരുക്കി പോരുക എന്നുള്ള പ്ലാനിലാണ്. ഞാൻ എവിടെത്തി? എവിടെത്തി? വിറ്റാമിൻ D ആണ്, നല്ല വെയിലാ. ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് വെയിലത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ എത്തിക്കഴിഞ്ഞ് ഈ കാഴ്ച ഉണ്ടല്ലോ, അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. കണ്ടോ ഈ ഒരമ്മച്ചീനെ കണ്ടോ? അമ്മച്ചീനെ കുട്ടി ഇതാ കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഊട്ടി പോണ വഴിക്ക് നമ്മളെ സൂയിസൈഡ് പോയിന്റ് അടുത്ത് നമ്മളെ കുട്ടിക്കുള്ള കുറുക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെ നമ്മളെ വണ്ടിയിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സെറ്റപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഭയങ്കര സുഖമാണ്. കുട്ടികൾക്കുള്ള രായൊക്കെ വരക്കാനും നല്ല സുഖമാണ്. അനക്ക് രായാണോ? എന്താണ്ട് നമ്മളെ സൂയിസൈഡ് പോയിന്റ് ഇറങ്ങുന്ന വഴിക്ക് ചെറിയ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് കേട്ടോ. എടാ കടന്നാക്കലടാ, ചള്ളിയാവും ഡ്രസ്സില്.
ആ ഇവിടെ എടുത്തിട്ടോ ഇപ്പൊ തന്നെ വീണനെ. കുടിച്ചോളി. അപ്പൊ അങ്ങനെ പതിവ് പോലെ നമ്മുടെ യാത്രക്കിടയിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പതിവ് പോലെ തന്നെ നെയ്ച്ചോറും ചിക്കൻ കറി. കൂട്ടിത്തെറിക്കും. അങ്ങനെ നമ്മളെ ചെലവ് ചുരുക്കുള്ള യാത്രയുടെ ഭാഗമായിട്ട് ഫുഡൊക്കെ വണ്ടി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇപ്പോഴേ 1 2 3 ഇത് അല്ലിപ്പൊടി സെൻറ്ററൊന്നും ഇരിക്കാം കുറച്ച് നമ്മൾ ഉണ്ടാക്കി പോട്ടെ വള്ളം തന്നെ ചൂടായിട്ട് ഉപ്പില്ല ഉപ്പിട്ട് തന്നെ എപ്പോഴെങ്കിലും ആവുക വേണ്ട ഇപ്പോഴെങ്കിലും ഒന്ന് ചോറാവുക. നിങ്ങളുടെ ഇവിടെ ആനയും പുലൊക്കെ ഉള്ള സ്ഥല വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് പോവാൻ നോക്കി നിങ്ങള്. അപ്പൊ ഇന്ന് നമ്മള് വന്നത് ഊട്ടി പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പൊ ഇവിടെ അപകടമായ സ്ഥലമാണ്. ഇവിടെ പുലിയും ആനയൊക്കെ ഉണ്ട്. ഇവിടെ ആരും നമ്മൾ ചെയ്യണമായി ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ വെള്ളച്ചാട്ടം കണ്ടപ്പോ നിർത്തിയതാണ്. അപ്പൊ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചോറ് എന്താ വെച്ചാ നെയ്ച്ചോറും ചിക്കൻ കറിയും. എല്ലാരും നമ്മൾ ചാനലിൽ ലൈക്ക് ചെയ്യണമെന്ന്. എല്ലാരും നമ്മൾ ചാനലിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും നമ്മളെ യാത്രക്കിടയിൽ ഇതേമാതിരി ചെറിയ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോവാണെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ച് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ബഡ്ജറ്റിനെ കൂടി യാത്ര ചെയ്യും.
കഴിഞ്ഞ ഊട്ടി യാത്രയിൽ നമ്മൾ ഇതേ ഒരു സ്പോട്ട് തന്നെ ഉണ്ടോ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം. ഇവിടെ നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ചെറിയൊരു അരുവി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതേമാതിരി ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രം കഴുകാനും അല്ലെങ്കിൽ ഇതേമാതിരി കഴുകാനൊക്കെ ഉള്ള വെള്ളം ഇവിടെ തന്നെ ഉണ്ട്. ഇത് അങ്കർഫോർഡ് പോണ വഴിയാണ്. പക്ഷേ ഇതൊരു ഫോറസ്റ്റ് ഏരിയയാണ്. മൃഗങ്ങളൊക്കെ ഇറങ്ങുന്നു പറഞ്ഞപ്പോൾ ഇവിടെ തിരിച്ചു നിൽക്കണം. ഞാൻ വെള്ളച്ചാട്ടം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മഴേൻ്റെ മുകളിൽ നിന്ന് വരുന്ന ചെറിയ അരുവി പോകുന്നുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളം. ഈ കിടക്കണത് കാണണ്ട, നല്ല എങ്ങനെ പോയാലും ഇത് ഹോട്ടലിൽ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12,000 റുപ്യേൻ്റെ ഫുഡായി. നമുക്കതൊരു 100-300 റുപ്യ കൊണ്ട് 240 രൂപ ചിക്കനായി. അതേപോലെ എങ്ങനെ പോയാലും ഒരു 100-500 രൂപ ആകും. അതുകൊണ്ട് നമ്മളിന്ന് ഇതേമാതിരി ഒരു 7 ആൾ 2 ചെറിയ കുട്ടികൾ 9 ആളുള്ള കുട്ടികൾ. കുറെ നേരമായി കാട്ടിൽ പോയി. ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച പുതിയ പ്രൊഡക്റ്റ് ആട്ടോ. നല്ല 1400 രൂപ ഇതിന് റേറ്റ് വരുന്നത്. നല്ലൊരു ഉപകാരമാട്ടോ നമ്മൾ ഈ യാത്രയിലൊക്കെ കുളിക്കാനുള്ള പവർ. ഒരാൾക്ക് ഇതിന് എന്തായാലും സുഖമായിട്ട് കുളിക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ വാങ്ങാം. അടിപൊളി സംഭവമാണ്. നീ കുളിക്കണോ? പാർട്ടി കുളിക്കണോ? ഇതേമാതിരി ഇതൊക്കെ കാണാൻ കിടക്കുന്നുണ്ട്. പാക്കാക്കട്ടെ. അറിഞ്ഞാണ് കൗ. ഇത് കുറച്ച് മുന്നേ നമ്മൾ ഇവിടെ വന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിഞ്ഞിട്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള അങ്കർഫോർഡിൻ്റെ ചെറിയൊരു വ്യൂ ഉണ്ടോ. വളരെ എസ്റ്റേറ്റ് ബംഗ്ലാവാണത്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കയറാൻ പറ്റൂല. ഇപ്പൊ എന്ത് ഡീസന്റ് അല്ലേ? അങ്ങനെ നമ്മൾ ഊട്ടി ടൗൺ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ബൊട്ടാണിക്കൽ ഗാർഡൻ ഒന്ന് കണ്ട് നേരെ നമ്മൾ റൂമിലോട്ട് പോവാണ് കേട്ടോ. ആ റൂം വരുന്നത് ഏകദേശം ഊട്ടിയിൽ നിന്ന് 10 കിലോമീറ്റർ മാറി കപ്പത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതൊക്കെ പോണ വഴിക്കുള്ള ഓരോ കോട്ടേജാണ് കേട്ടോ. നമ്മൾ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കൃഷി ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മളെ പ്രോപ്പർട്ടിക്ക് പോകാനായിട്ട്. മെഡോമിസ്റ്റ് എന്നാണ് നമ്മുടെ ഹോം സ്റ്റേൻ്റെ പേര്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം. പോണ വഴിക്ക് നല്ല രസം കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഫുള്ള് കൃഷിത്തോട്ടമൊക്കെ ആവുകൊണ്ട് നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഉണ്ട്. ടൗണിൽ നിന്ന് കുറച്ച് പോന്നാലും നല്ലൊരു വൈബ് സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിന് നേരെ ഇരുട്ടായിട്ടോ. അപ്പോൾ ഇനി രാത്രിയത്തെ കലാപരിപാടികൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അതിനുള്ള സെറ്റപ്പ് ഒരുങ്ങി നിൽക്കണം.
അപ്പോൾ ഇനി നമുക്ക് ക്യാമ്പ് ഫയറും അതേപോലെ ചിക്കൻ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ കാര്യപരിപാടിയിലേക്ക് നേരിച്ച് ഇങ്ങനെ നിൽക്കുക എല്ലാവരും. അപ്പൊ അങ്ങനെ നമ്മൾ ഊട്ടിയില് മെഡോമിസ്റ്റ് എന്ന് പറഞ്ഞൊരു അടിപൊളി കിടിലൻ ഹോം സ്റ്റേ ആണ് ഇപ്പൊ നമ്മളുള്ളത്. അവിടെ നല്ലൊരു അന്തരീക്ഷം കേട്ടോ. അത് ഫുള്ള് കൃഷിത്തോട്ടത്തിന്റെ അടുത്തിലാണ്. ഇവിടെ നമ്മൾ ക്യാമ്പിങ് ചെയ്യുന്നത്. ഇവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഇനിയിപ്പോ ഗ്രില്ല് ചെയ്യാൻ പോവാണ്, അല്പം ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആർക്കും നഷ്ടാവില്ല. ഒരു ഊട്ടിന്ന് ഒരു 10 കിലോമീറ്റർ മാറിയിട്ട് അടിപൊളി പ്ലേസിലാണ്. അതിന്റെ പകലത്തെ ഒരു വിഷ്വല് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു റിസോർട്ടിൽ വന്നാൽ നമുക്ക് നഷ്ടാവില്ല. ജസ്റ്റ് ഒരു 5 ബെഡ്റൂം ഉണ്ട്. ഒരു ബാച്ചേഴ്സിനായാലും ഫാമിലിക്കായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയുള്ളൊരു വൈബ് അന്തരീക്ഷം തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരാൻ നോക്കുക. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും കോൺടാക്ട് നമ്പറും ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ 2 ദിവസം മുന്നേ ഇവിടെ വിളവെടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കി ഒരു കൊണ്ടുപോകാത്ത പീസൊക്കെയാണ് ഇവിടെ കിടക്കണത്. കുറെ ഉണ്ട് അങ്ങനെ കിടക്കണത്. ചെറിയ ഡാമേജ് ഉള്ളതും ചെറിയ പച്ചപ്പുള്ളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറുതൊന്നും ഒരു കൊണ്ടുപോകില്ല. അപ്പൊ അതൊക്കെ നമുക്ക് പെറുക്കട്ടോ. പറ്റ കുഞ്ഞത് വേണ്ട, മിനിറ്റ് നല്ല എടുത്ത് പെറുക്കിക്കോ. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ഫുള്ള് കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളും കേട്ടോ. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുള്ള ഹോം സ്റ്റേ. ഇവിടെ ഇപ്പോൾ 2-3 ദിവസം മുന്നേ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി മറ്റേ ഫുള്ള് വിളവെടുത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്താ തൊട്ടപ്പുറത്ത് ക്യാരറ്റ് അതേപോലെ ബീട്രൂട്ട്, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കൃഷി ചെയ്തിട്ട് ഇവിടെ. ഇതൊക്കെ ഉള്ളി കൃഷിയാണ് കേട്ടോ. കണ്ണത്താ ദൂരത്ത് ഫുള്ള് കൃഷിത്തോട്ടങ്ങളാണ് കംപ്ലീറ്റ്. ഊട്ടിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളൊരു കാഴ്ചയായിട്ടത്. ഊട്ടി ടൗണിലൂടെ ഒന്നും ഇറങ്ങാതെ ജസ്റ്റ് ഈ ഉൾഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാം. ഫസ്റ്റ് ഫ്ലോറിന് കയറി കഴിഞ്ഞാൽ നേരെ ഇതാ ഒരു ബെഡ്റൂം ഇത് അവിടെ ഉണ്ട്. അതിന് അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ അവിടെ ജസ്റ്റ് അൽമാര സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. പിന്നെ അതേപോലെ അവിടെ കിച്ചണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അതൊരു ബെഡ്റൂമാണിത് നോക്കാം. പിന്നെ നമ്മളെ മുകളിൽ നിന്നുള്ള സ്റ്റേ ചെയ്ത ഏരിയ ഒരു നിലയും കൂടി ഉണ്ട് കേട്ടോ മുകളിൽ. അതേപോലെ തന്നെ താഴത്തെ പോലെ തന്നെ ഒരു ബെഡ്റൂം കൂടെ, ഇതിൽ വേറെ ബെഡ്റൂം, ഒരാളുണ്ട്. ഇപ്പം നമ്മള്
നമ്മുടെ ബാൽക്കണിയിൽ വന്നുള്ള കാഴ്ചകളുണ്ടോ. ഫുള്ള് കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. രാവിലെ നല്ല കോളമഞ്ഞ് മൂടി നിൽക്കുന്ന ചില ടൈമിൽ. നമ്മൾ വന്ന ടൈമിൽ വലിയ മഞ്ഞും കാര്യങ്ങളില്ല, പക്ഷെ നല്ല തണുപ്പുണ്ട്. നമ്മളെ ഊട്ടിയിൽ ജസ്റ്റ് ബോട്ട് ഹൗസിൽ വന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാ ഒരു 950 റുപ്യക്ക് 7 ആക്കുള്ള 8 ആക്കാണ് പോവാ. അതൊരു ബോട്ട് എടുത്താലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ്ടോ. കടലാണത്, കടല്. ആ വീണത് കറക്റ്റ് കിട്ടിയടാ. ഇവിടെ ചിരിച്ചാ ചിരിച്ചാ ആർക്ക് പോണ വഴിക്കേ നമുക്ക് ചെറിയൊരു അടിപൊളി ആ റോഡിൽ നിന്ന് കുറച്ചും ഇങ്ങോട്ട് മാറിയിട്ട് ഈ മൊട്ടക്കുന്നിൻ്റെ ഒക്കെ ഈ സൈഡ് ഭാഗം ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയൊരു ഏരിയ ആയിട്ടോ. നല്ല കിഴങ്ങ് കറി, നല്ല തൈര്. ഓൾക്ക് ചോറാണ് ചോദിക്കാം. അതാ നമ്മൾ ഊട്ടി പൈക്കര വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ പൈക്കര വാട്ടർഫാൾ പോയി വരുന്ന അടിപൊളി ഒരു പപ്പീനെ കണ്ടിട്ട് അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിന് ഇങ്ങനെ കളിക്കാൻ വേണ്ടി മേത്ത് കൂടെ കയറി നടക്കാൻ. നമ്മൾ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുകയുണ്ടോ. പോണ വഴിക്ക് നമ്മൾ പവർ ഹൗസിന് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.